നമുക്കിന്ന് പെൺകുട്ടികൾക്ക് പേടിയാ. ഞാൻ ഒരു എന്താ പറയാ, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി അതിൻ്റെത്. അതായത് ഒരു യാഥാസ്ഥിക കുടുംബമാണ്. ഫാഷൻ ആവാൻ സമ്മതിക്കൂല, ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കൂല, പെൺകുട്ടിയുടെ പരാതികളാണ്. അപ്പം എന്താ പറയാ, ഒരു ഫ്രീഡം ഇല്ല, ഇസ്ലാമിൽ ഫ്രീഡം ഇല്ല. അതാണ് വാദം. എന്തുകൊണ്ടാണ് റബ്ബ് നമ്മളോട് ഇത് ചെയ്യരുതെന്ന് കൽപ്പിച്ചത്? ഇതിനെ കുറിച്ച് ആലോചിക്കണില്ല. റെസ്ട്രിക്ഷൻ, ഇസ്ലാമിന് ഫുള്ള് റെസ്ട്രിക്ഷൻ ആണ്, ഒക്കെ ഹറാമാണ്, എന്ത് ചെയ്താലും ഹറാമാണ്. പക്ഷെ ചിന്തിക്കണില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവും. ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാല് എത്ര കണ്ണ് നമ്മളെ ചുറ്റും നമ്മൾ നോക്കും, എത്ര കമന്റ് കേൾക്കും. എന്തിനാണ് നമ്മുടെ ശരീരം നമ്മൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും കൊത്തിവലിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്? പക്ഷെ നമ്മുടെ പെൺകുട്ടികള്, ഞാൻ അടങ്ങുന്നതാട്ടോ പറയണത്, ഫാഷനാണ്. എല്ലാരും നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീന്റെ ടെൻഡൻസി അങ്ങനെയാണ്, സ്ത്രീന്റെ മൈൻഡ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പ്രദർശിക്കപ്പെടാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. ആണ് ആഗ്രഹിക്കുന്നത് എന്താ? നോക്കാനാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആണിനോട് പറഞ്ഞത് കണ്ണുകൾ താഴ്ത്താന്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണമെന്ന്. പെണ്ണിനോട് പറഞ്ഞ് ഈ ഹിജാബ് ധരിക്കണമെന്ന്. അതെന്താ? പെണ്ണ് ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ് അവളെ ഹിജാബ് ധരിക്കുന്നത്. അതായത് എന്റെ ശരീരം അത് നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, അത് അർഹതപ്പെട്ട ആൾക്ക് മാത്രം കാണാനുള്ളതാണ്. അത് ഞാൻ കവർ ചെയ്യും. അതാണ് പെണ്ണ് ഹിജാബ് ഇവിടെ പറയണത്. ഇത് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയ കാര്യം. കോൺസിക്വൻസസ് ഉണ്ടാവും. ഇനി ഇതൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. അത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും സത്യസന്ധത ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ആണുങ്ങളുടെ സെക്ഷുവാലിറ്റി വിഷ്വലാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ ലൈംഗികത കണ്ണിലാണ്. പെണ്ണുങ്ങളുടെ സെക്ഷുവാലിറ്റി കൂടുതൽ മെന്റലാണ്. ഇത് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് പുരുഷ ലൈംഗികത കൂടുതൽ കണ്ണിലൂടെയാണ്, മൈൻഡിലും ഉണ്ട്, പക്ഷെ കണ്ണിലൂടെയാണ് കൂടുതൽ. സ്ത്രീ ലൈംഗികത കൂടുതൽ മൈൻഡിലാണ്, എന്നാൽ കണ്ണിലൂടെയും ഉണ്ട്. അപ്പോൾ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇതിൽ പുരുഷ ലൈംഗികത കണ്ണിലായതുകൊണ്ടും വിഷ്വൽ ആയതുകൊണ്ടും പുരുഷന് കണ്ണിന് മിതത്വവും വേണം, സ്ത്രീക്ക് വസ്ത്രധാരണത്തിന് മിതത്വവും വേണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ നമ്മുടെ തത്വസംഹിതകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്.